നിലമ്പൂരിൽ അടച്ചുപൂട്ടിയ കാരാട്ടുകുറീസ്, ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സമരത്തിലേക്ക്. സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ പോലീസ് അവസരമൊരുക്കണമെന്നും മുങ്ങിയ ഉടമകളെയും തട്ടിപ്പിന് കൂട്ടുനിന്ന ഫോർമാൻമാരെയും പിടികൂടണമെന്നും ജീവനക്കാർ. കാരാട്ടുകുറീസ്, ധനക്ഷേമനിധി ഉടമകൾ സ്ഥാപനത്തിന്റെ ഉടമകൾ ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് മുങ്ങിയതെന്നും ഇവരെ അറസ്റ്റ് ചെയ്താൽ ഉടമകൾ പുറത്തുവരുമെന്നും ജീവനക്കാർ പറഞ്ഞു. ബുധനാഴ്ച നിക്ഷേപകരുമായി ചേർന്ന് സമരം തുടങ്ങുമെന്നും ജീവനക്കാർ നിലമ്പൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 14 ബ്രാഞ്ചുകളിലെ 172ഓളം ജീവനക്കാരാണ് നിലമ്പൂരിൽ സമരപ്രഖ്യാപനം നടത്തിയത്. സീരിയൽ നടൻ ഹരീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള കാരാട്ടുകുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടിയാണ് ഉടമകൾ എടക്കര സ്വദേശികളായ സന്തോഷും മുബഷിറും മുങ്ങിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് 14 ബ്രാഞ്ച് ഓഫീസുകളും പൂട്ടി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി ഇവർ മുങ്ങിയത്. കോടതിയിൽ നിന്ന് സ്റ്റേയുണ്ടെന്ന് രാത്രി വിളിച്ചറിയിച്ചിരുന്നുവെന്ന് ബ്രാഞ്ച് മാനേജർമാർ പറഞ്ഞു. സന്തോഷും മുബഷിറും മുങ്ങിയെങ്കിലും ഫോർമാൻമാരായ പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്ത്, അനീഷ് എന്നിവർ ഇപ്പോഴും നാട്ടിലുണ്ട്. ഫോർമാൻമാർ നിലമ്പൂരിലെ ബ്രാഞ്ച് പൂട്ടി സാധനങ്ങളുമായി കടന്നുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ പേരിലാണ് ചിട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസ് ഇടപെട്ട് ഫോർമാൻമാരായ പിടികൂടി അടച്ചുപൂട്ടിയ ബ്രാഞ്ചുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അവസരമൊരുക്കണം. നിക്ഷേപകരുടെ പണം മടക്കി നൽകാൻ ഇതിലൂടെ സാധിക്കും. ഫോർമാൻമാർ മുന്നിൽ നിന്ന് ബ്രാഞ്ചുകൾ തുറന്നാൽ ജോലി ചെയ്യാൻ തയ്യാറാണെന്നും ഇതിലൂടെ നിക്ഷേപകർക്ക് പണം നൽകാൻ സാധിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു. മുബഷിറിന്റെ ബന്ധു ചുങ്കത്ര സ്വദേശി പോലീസ് ഇടപെടൽ ഉണ്ടാവാതിരിക്കാൻ സ്വാധീനം ഉപയോഗിച്ച് ശ്രമം നടന്നുവെന്നും ഇവർ ആരോപിച്ചു. ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് 1.80 കോടി രൂപ ഉടമകൾ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡയറക്ടർമാരുടെയും ഉടമകളുടെയും സ്വത്തുകൾ പിടിച്ചെടുത്തത് നിക്ഷേപകർക്ക് പണം നൽകാൻ ആവശ്യമായ നടപടികൾക്ക് കോടതിയെ സമീപിക്കും. മൊഹസിൻ, ഹസീന, സുജ, അമ്പിളി എന്നീ ഡയറക്ടർമാരെ പോലീസ് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു. കമ്പനിയുടെ DGM അജിത 2 മാസം മുൻപ് ലീവെടുത്ത് പോയിരുന്നു. അവരും ഉടമകൾക്ക് ഒത്താശ ചെയ്തിരുന്നതായും ജീവനക്കാർ ആരോപിക്കുന്നു. സംഭവത്തിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതിനകം 600-ലേറെ പരാതികൾ നൽകിയിട്ടുണ്ട്. നിലമ്പൂർ പോലീസ് പരാതികളിൽ ശരിയായ ദിശയിൽ മുന്നോട്ടു പോകുമ്പോൾ എടക്കര പോലീസ് ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിഗണന കാണിക്കുന്നില്ലെന്നും ജീവനക്കാർ ആരോപിച്ചു. ധനക്ഷേമനിധിയിലേക്കും കാരാട്ടുകുറീസിലേക്കും ജീവനക്കാരെ നിയമിച്ചപ്പോൾ ഡിപ്പോസിറ്റായി പണവും ചെക്കുകളും അസൽ സർട്ടിഫിക്കറ്റുകളും വാങ്ങിവെച്ചിരുന്നു. ഇതും നഷ്ടമായിട്ടുണ്ട്. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ. നമ്മളോട് പറയുന്നത് എങ്ങനെ വെച്ചാൽ നമ്മൾ കസ്റ്റമർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്നാണ് പാസ്ബുക്ക് കൊണ്ടുവരുന്നതും രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറയുന്നതും ഒക്കെ അവരാണ്. കൃത്യമായിട്ട് നമ്മളോട് സീൽ ഉൾപ്പെടെ എന്തിനുണ്ട്, ഓരോ പാസ്ബുക്കിലുമുണ്ട്. ഇനി ഈ പറഞ്ഞ സീലിന്റെ കഥകളൊക്കെ ഈ പറഞ്ഞ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. തീർച്ചയായിട്ടും പറയാം. പക്ഷേ ഇതിൽ ഒരുവിധം കുറികളിലെല്ലാം നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു. വരുന്ന ബുധനാഴ്ചയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 11 മണിക്കാണ്. പരമായിട്ടാണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെ നോക്കി, അതായത് ഈ സമരത്തില് ഞങ്ങൾ മാത്രമല്ല കസ്റ്റമേഴ്സും കൂടി പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുള്ള കസ്റ്റമേഴ്സ് കൂടി പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ജനവികാരം കൂടി നമ്മൾ നോക്കിയിട്ടായിരിക്കും എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം.